പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു തൈര് കറിയാട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണമെന്നില്ലേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതിനാവശ്യമായ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു തക്കാളി അത്യാവശ്യം വലിപ്പത്തിലരിഞ്ഞ് ചെറുതായിട്ടല്ല കേട്ടോ, ഒരു 3 പച്ചമുളക് നടുകെ കീറിയെടുത്തിട്ടുണ്ട്, നടുകെ മുറിച്ചിട്ടൊന്ന് കീറിയെടുത്തു, ഒരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ 2 തണ്ട് കരിയാപ്പില, പിന്നെ അതുപോലെ നല്ല കട്ട തൈര് ചെറുതായിട്ടൊന്ന് കട്ട ഉടച്ച് എടുത്താൽ മതി. ഒരുപാട് ലൂസാക്കി മിക്സിയിൽ അടിച്ചെടുക്കരുത്, ഒന്ന് കട്ട ഉടച്ച് കളഞ്ഞാൽ മാത്രം മതിയേ. ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു. കടായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും പൊട്ടിയ ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതുണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കരിഞ്ഞു പോകാതെ അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊട്ടിത്തെറിക്കും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കരിയാപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വന്ന ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളിയും കരിയാപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താലും മതിയേ. അതും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, പിന്നീട് ഇട്ട് കൊടുക്കാം. ഉപ്പിടാതെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. അങ്ങ് ഒരുപാട് വെന്തുടഞ്ഞ് അങ്ങനെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ട് വന്നാൽ മതിയേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ആവി കയറുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നുമില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടിയൊന്നും വേണ്ട, പച്ചമുളകിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഞാൻ നടുകെ കീറിയ ശേഷം വീണ്ടും ഒന്നുകൂടെ കീറിയിട്ട് നന്നായിട്ട് മുറിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. നടുകെ ഓരോ പ്രാവശ്യമായിട്ട് മുറിച്ചെടുത്താൽ അത്രയും മതി. ഇനി നമുക്കിത് ഇളക്കണ്ട, ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഈ തക്കാളി ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആവി കയറുമ്പോൾ തന്നെ തക്കാളി വെന്ത് കിട്ടും. അപ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു വരും. ഉടഞ്ഞു പോകണ്ട, ഒന്ന് വെന്ത് വരും, അത്രയും മതി കേട്ടോ. അപ്പം ഞാനിത് ഉടഞ്ഞു പോകാതെ തന്നെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് കറിക്ക് നമ്മൾ എടുക്കുന്ന പോലെ വരണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും ആയ ശേഷം നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയൊന്നും നമ്മൾ അരച്ച് ചേർക്കുന്നില്ല, വെറും തൈര് മാത്രം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ അതാണ്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈരും കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തൈര് കൊടുത്ത ശേഷം നമ്മൾ തിളയ്ക്കാൻ പാടില്ല, തിളയ്ക്കാതെ തന്നെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ആവി കയറുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാമേ. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നിങ്ങൾക്കിനി ഇത് ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. കാരണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. വേറെ ഒരു കറിയും ഇല്ലെങ്കിലും നമുക്കിത് മാത്രം കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് തക്കാളി തൈര് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടില്ലേ. അതിന് നമുക്ക് നല്ലതുപോലെ ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടാവും, വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൈര് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. തക്കാളി വെന്തോന്ന് ചോദിച്ചാൽ ഉടഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷേ നല്ലതുപോലെ വെന്ത തക്കാളി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തക്കാളി നല്ലപോലെ വഴറ്റി അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കടിക്കാൻ കണക്കിന് തന്നെ എടുത്താൽ മതിയേ. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായി നമ്മുടെ തക്കാളി തൈര് കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇനിയും തൈരും തക്കാളിയും കൈ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലെ നിങ്ങൾ ചെയ്തും നോക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.